നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ജീവനുള്ള വെള്ളം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10, 13, 14 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആദ്യം 10-ാം വാക്യം: നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഈ വെള്ളം കുടിക്കുന്നവൻ എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. പണ്ട് യാക്കോബും മക്കളും അവരുടെ മൃഗങ്ങളും ഈ കിണറ്റിലെ വെള്ളം കുടിച്ചിരുന്നു. യാക്കോബ് പിന്നീട് ഒരു ഗോത്രപിതാവായിട്ട് മാറി. യാക്കോബിൻ്റെ മക്കളൊക്കെ ഗോത്രങ്ങളായി മാറി. യഹൂദ ഗോത്രം രാജഗോത്രമായി, അതുപോലെ ലേവി ഗോത്രം പുരോഹിത ഗോത്രമായിട്ട് മാറി. അതുപോലെ യോസേഫിൻ്റെ 2 മക്കൾ എഫ്രൈമും മനശ്ശെയും അവരും ഉന്നതരായി മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഈ കിണറിൽ ആരംഭിച്ച അവര് ഉന്നതരായെങ്കിൽ ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ അതിനാൽ അനുഗ്രഹമുണ്ടാകും എന്ന് ഈ ശമരിയ സ്ത്രീക്ക് മാത്രമല്ല ആ പ്രദേശത്തുള്ള പലർക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശമരിയ സ്ത്രീ ഒറ്റയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് അതിലെ വെള്ളം കോരി ആത്മദാഹം വരുത്താൻ എത്തിയിരിക്കുക. സാധാരണ വീട്ടാവശ്യത്തിന് ആളുകൾ വെള്ളം കോരുന്നത് ഒരു ഗ്രൂപ്പായിട്ട് വന്നാണ്. കാരണം ഇസ്രയേലിലെ കിണറുകളുടെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ കിണർ പോലെ ഒരു കുഴിയല്ല. അത് ആ കിണറ്റിലേക്ക് പടികൾ ഒരു വശത്തു നിന്നും മാത്രമായിരിക്കുകയില്ല, 2 വശത്തു നിന്നും കാണും. കുളമാണെങ്കിൽ 4 വശത്തു നിന്നോ അല്ലെങ്കിൽ 5 വശത്തു നിന്നോ ഒക്കെ പടികൾ ഉണ്ടാകും. ആ വെട്ടുകല്ലിലെ പടികളിൽ ചവിട്ടി ഇറങ്ങി താഴെ ചെന്നിട്ട് പാത്രത്തിൽ വെള്ളം മുക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവള് ആത്മദാഹത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. യേശു അവളോട് വെള്ളം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. ശമര്യർ താഴ്ന്ന ജാതിക്കാരാണെന്നാണ് യഹൂദന്മാരുടെ സങ്കല്പം. തന്നെയല്ല അവർ അന്തർവാദികളും ഒക്കെയാണ്. അപ്പോൾ യേശു പറയുകയാണ്, നീ ദൈവത്തിൻ്റെ ദാനം ആരാണെന്നും നിന്നോട് ചോദിക്കുന്നവൻ ആരാണെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത, ഈ വെള്ളം കുടിക്കുന്ന വെള്ളം പിന്നെയും ദാഹിക്കും. യാക്കോബിന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ആത്മദാഹം മാറുകയില്ല. ശരീരത്തിന്റെ ദാഹത്തിന്റെ കാര്യമല്ല. യാക്കോബിന്റെ ഈ കിണറ്റിലെ അല്ലെങ്കിൽ യോസേഫിന് കൊടുത്ത ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ ആത്മശാന്തി ഉണ്ടാകും, ആത്മദാഹം മാറും എന്നുള്ള അന്ധവിശ്വാസം, അതിലൊന്നും ഒരു കഥയില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിത്തീരും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ലോകത്തിൽ 3 കൂട്ടം ആളുകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതലുള്ളത് നിരീശ്വരവാദികളാണ്. അതായത് അമേരിക്ക, കാനഡ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ, ചൈന, ജപ്പാൻ, ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിൽ കൂടുതൽ ആളുകളും നിരീശ്വരവാദികളാണ്. ബൈബിളോ മറ്റു മതഗ്രന്ഥങ്ങളോ വായിക്കാറില്ല. ഒരു ആരാധനാലയത്തിലോ അവർ പോകാറില്ല. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ നാടുകളിലെ ആരാധനാലയങ്ങൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്ന ആരാധനാലയത്തിൽ ഇപ്പോൾ 100 പേര് താഴെയുള്ളൂ. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ടാക്സ് അടയ്ക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ആ വലിയ തുങ്കങ്ങളായ പള്ളികൾ, സൗധങ്ങൾ വിറ്റിട്ട് അവർ ചെറിയ റൂമുകളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്.
അവരുടെ മക്കൾക്ക് ദൈവത്തെ വേണ്ട. ഒരു ബൈബിളിലെ ഒരു വാക്യം അറിഞ്ഞുകൂടാത്ത കോടികൾ അവിടെയുണ്ട്, കോടിക്കണക്കായ ആളുകൾ ബൈബിളൊന്നും അവർ വായിക്കാറില്ല. രണ്ടാമത്തെ കൂട്ടം ആളുകൾ അന്ധവിശ്വാസികളാണ്. ഗൾഫ് നാടുകളിലും അല്ലെങ്കിൽ അറബി നാടുകളിലും ഇന്ത്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലുമൊക്കെ അന്ധവിശ്വാസികളാണ്. അവർക്ക് കാണുന്നതെല്ലാം ദൈവമാണ്. ജീവനുള്ളതും ഇല്ലാത്തതും മരിച്ചതും മരിക്കാത്തതും ഒക്കെ അവർക്ക് ദൈവമാണ്. അതിന് അനുഭവമൊന്നുമില്ല, ഇങ്ങനെ കേട്ട് കേൾവി അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ വളരെ ചുരുക്കം ആളുകൾ, ഇടുക്ക് വാതിലൂടെ പോകുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ. ഇവിടെ യേശു പറയുകയാണ്, ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയാൽ ഒന്നും ആത്മദാഹം മാറുകയില്ല. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങുവരുന്ന നീരുറവയായിത്തീരും. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ അങ്ങനെയുള്ളവർ എന്നോട് ചോദിക്കും, തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും എന്ന് യേശു പറയുകയാണ്. പ്രിയപ്പെട്ടവർ, യേശു വന്നത് ആളുകളുടെ അന്ധവിശ്വാസം മാറ്റാനും ആത്മദാഹം മാറ്റാനും ആത്മീയമായ തൃപ്തിയും നിത്യജീവനും അവർക്ക് നൽകാനുമാണ്. ഈ ഭൂമിയിൽ ഒരു പുതിയ ജീവിതം, മരണശേഷം സ്വർഗം, ഇത് നൽകാനാണ് യേശു വന്നത്. ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആരാധിക്കുന്ന ആളുകൾ അവരും അന്ധവിശ്വാസികളാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അല്ല, കാരണം അവർക്ക് അനുഭവമുണ്ട്, അവരുടെ ജീവിതത്തിന് മാറ്റം, മദ്യത്തിൽ നിന്നുള്ള വിടുതലുണ്ടായിരിക്കുന്നു. അതുപോലെ മോഷണ സ്വഭാവത്തിൽ നിന്ന്, പിന്നെ നിഗളത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് വിടുതലുണ്ടായിരിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ള മനോഭാവം, പാപത്തോട് വെറുപ്പ്, അതുപോലെ ആളുകളെ സ്നേഹിക്കണം, സഹായിക്കണം എന്നുള്ള ഒരു മനസ്സ്, ഇതൊക്കെ ദൈവം അവരിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ അത് അന്ധവിശ്വാസമല്ല, അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. അതാണ് യേശു പറയുന്നത്, അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നവർ പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനെ നൽകും, അവൻ്റെ ദാഹത്തെ എന്നേക്കുമായിട്ട് ശമിപ്പിക്കും. പിന്നെ അവൻ ഇവിടെ വരേണ്ടതായിട്ട്, അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകേണ്ടതായിട്ട് വരികയില്ല എന്നാണ് യേശു പറയുന്നത്. വളരെ ശരിയാണ്. പല പുണ്യസ്ഥലങ്ങളിലും ഇങ്ങനെ മാറി മാറി പോവുകയും പണം മുടക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് വേറെങ്ങും പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്തുമതത്തിൽ എന്നല്ല, ക്രിസ്തീയ സഭയിലെന്നല്ല, ഏതെങ്കിലും പാസ്റ്ററുടെ അടുക്കൽ എന്നല്ല, യേശുവിൻ്റെ അദൃശ്യനായി ജീവിക്കുന്ന ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിന് വ്യത്യാസവും സമാധാനവും ഉണ്ടാകും. മാത്രമല്ല, യേശു അവരെ വഴി നടത്തും, അവരെ സഹായിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.